ഒരു 100 പീസ് മുണ്ട് വേണോ, പിന്നെ അതേപോലെ ഓണം സ്പെഷ്യൽ ഷർട്ട് എടുത്ത് വിടുക കേട്ടോ. ശരി, ഓക്കെ. എടാ മോനെ, കണ്ടില്ലേ, ഓണത്തിനേക്ക് സ്പെഷ്യലായിട്ട് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ എല്ലാവരോടും നല്ലോണം പെരുമാറുക. നമുക്ക് ഓണത്തിനുള്ള ആ കച്ചവടം നല്ല രീതിയിൽ പിടിക്കണം. അത്രക്കും കോമ്പറ്റീഷൻ നടക്കുന്നതാണ്. അത് പറയണമല്ലേ, അത് നമുക്ക് ഉഷാറാക്കാം. ചേട്ടാ, ഇന്നലെ എടുത്ത ഷർട്ടാ, എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത് ഫിറ്റ് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്നു. ഒന്ന് ചെയ്തു തരുമോ? റീഫണ്ട് അല്ലേ? ടാഗൊന്നും പൊളിച്ചില്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. വെയിറ്റ് ചെയ്യേ. മുതലാളി എന്ത് പണിയാ കാണിക്കുന്നത്? പൈസ ഒക്കെ തിരിച്ചു കൊടുത്താൽ കച്ചവടത്തെ ബാധിക്കില്ല. വേറെ ഏതെങ്കിലും ഷർട്ട് എടുത്ത് കൊടുത്ത് സാരമില്ല, പൈസ കൊടുക്കാം. നമ്മളെ കച്ചവടം ഓണാണ്. മുതലാളി ഇതൊക്കെ കാണിക്കും, കിട്ടുമ്പോൾ പടി. 500 കേട്ടോ ചേട്ടാ, 500 കേട്ടോ. സന്തോഷം, വളരെ സന്തോഷം കേട്ടോ. ശരി എന്നാ. ഓക്കെ. ചേട്ടാ, പിന്നെ ഞാൻ നേരത്തെ ഒരു ഷർട്ട് റിട്ടേൺ അടിച്ചില്ലേ? അതെ. അപ്പൊ അതിനകത്ത് 5000 റുപ്യ വെച്ച് മറന്നു. 5000? ആ ഏട്ടാ, അതിന്റെ പോക്കറ്റിലുണ്ട് 5000 റുപ്യ. ഒന്ന് പെട്ടെന്ന് എടുത്തു തരും. നേരത്തെ ഷർട്ടില്ലേ, അതിങ്ങെടുത്ത. മുതലാളി എന്ത് മാറ്റണം? എന്താ ആ ഷർട്ട് വിറ്റുപോയി പറഞ്ഞേക്ക്. മുതലാളിക്ക് 4000 ലാഭമല്ലേ? വേണം, അതൊക്കെ വേണോ? മുതലാളി ഒരു 500,000 കൊടുത്തവനെ ഒഴിവാക്ക്. ഓണമൊക്കെ വരുന്നത് മുതലാളി ഞാൻ പറഞ്ഞു വെച്ചി. ഓക്കെ ചേട്ടാ, അത് സെയിലായിപ്പോയല്ലോ നേരത്തെ. അയ്യോ ഏട്ടാ, എന്റെ മുഴുവൻ പൈസ ഈ ഷർട്ടിലുള്ളത്. എന്നാ ചെയ്യാ? ഞാൻ രാത്രി കോട്ടയത്തേക്ക് ബസ്സിന് പോകണോ? എന്റെ കയ്യിൽ ഒരു പൈസയില്ല. നിങ്ങൾ തൽക്കാലം ബസ്സിന് വേണ്ട പൈസ ഒരു 1000 റുപ്യ നിങ്ങൾ 1000 റുപ്യ വേറൊരു രക്ഷയില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ ചേട്ടാ. അവിടെ ഷർട്ട് എവിടെ? എന്താ എനിക്കൊരു വെപ്പറാളെ പൈസ എവിടെ? അവൻ നമ്മളെ പറ്റിച്ചു മുതലാളി. എന്താ? പക്ഷെ ഇത് മുതലാളിയല്ല. വൃത്തിയായിട്ടവനെ ഉമ്മ കേട്ടൂടാ, കണ്ണും കണ്ടൂടാ.